മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിംഗ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി അപ്ഡേഷൻ, അതായത് ഒരു പുതിയ RBI അപ്രൂവ്ഡ് RBI ലൈസൻസ്ഡ് NBFC ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ മുൻപത്തെ വീഡിയോയിലെല്ലാം പറയുന്ന കാര്യമാണ്. ഇപ്പോൾ പുതിയ NBFCകൾ, RBI അപ്രൂവ്ഡ് NBFCകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ആ ഒരു എന്താ പറയുന്നത്, മൂലകാരണം എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇനി ഈ ഒരു മീൻസ് ഈ ഒരു ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രോഫിറ്റ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഇവരെ ഇങ്ങനെ ഒരു ഫിനാൻസ് മേഖലയിലേക്ക് അടുപ്പിക്കുന്നത് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം 2-3 സബ്സ്ക്രൈബേഴ്സ് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്ന രീതിയിൽ എന്നോടൊന്ന് ചോദിച്ചു, ഇത് ഫേക്ക് ആണോ, RBI അപ്രൂവ്ഡ് ആണോ, എടുത്താൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഇത് എന്താ പറയുന്ന പ്യൂർലി RBI അപ്രൂവ്ഡ് RBI ലൈസൻസ് ആപ്പ് തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് സാലറിയിൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇവർ പറയുന്നത് 5000 മുതൽ 75,000 രൂപ വരെ ലോൺ ലഭിക്കും എന്നാണ് അവർ പറയുന്നത്. മീൻസ് സെൽഫ് എംപ്ലോയീസിനും സാലറീസിനും. അധിക പ്രൂഫുകളൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോ സെൽഫ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. പിന്നെ കൂടുതൽ തുക എന്തെങ്കിലും വേണമെങ്കിൽ സാലറി സ്ലിപ്പോ സ്റ്റേറ്റ്മെന്റോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയത് 7500 ആണ്. കാരണം എനിക്ക് ഒരുപാട് ആപ്പിൽ നിന്നും ഫിനാൻസിൽ നിന്നും ലോൺ ഉണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ ഒരു എലിജിബിലിറ്റി ലിമിറ്റ് കുറഞ്ഞു വരും. അപ്പൊ എനിക്ക് കിട്ടിയത് 7500 രൂപയാണ്. അപ്പോൾ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷന്റെ പേര്, ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അഗ്രിം ഫിൻക്യാപ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ് ഈ ഒരു ഫിനാൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫില്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് പോവുക, എന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടില്ല. പിന്നെ അവരുടെ മറ്റ് ബെനിഫിറ്റ് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെയാണ്, ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ്. ടെന്യൂറിറ്റി കാലാവധി വരുന്നത് 16 ദിവസം മുതൽ 46 ദിവസം വരെയാണ്. അപ്പോൾ പ്യൂർലി സെൽഫ് എംപ്ലോയീസിനെ ബേസ് ചെയ്താണ് അവർ ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫാസ്റ്റ് ലോൺ ഡിസ്ബേഴ്സൽ ആണ്. ഏകദേശം വന്നിട്ട് 5 മിനിറ്റ് ആണ് പറയുന്നത്. 5 മിനിറ്റ് അവർ പറയുന്നതിൽ എനിക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തു. പിന്നെ മറ്റ് ഹിഡൻ ചാർജസോ മറ്റ് ആപ്ലിക്കേഷൻ അപേക്ഷിച്ച് ഇങ്ങനെ ഒരുപാട് പ്രോസസ്സിംഗ് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു നമുക്കെല്ലാം താങ്ങാൻ കഴിയുന്ന ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ് ഇവരും കൊടുക്കുന്നത്. എന്നും പറഞ്ഞ് ആരും എടുക്കാൻ മീൻസ് എന്തെങ്കിലും ആവശ്യമില്ലാതെ ഒരു കാരണവശാലും ഇതിൽ കൈവെക്കരുത്, നിങ്ങൾ പെട്ടുപോകും എന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് ആപ്പിൽ നിന്നും ബാങ്കിൽ നിന്നും ലോണിന് ആൾക്കാരാണെങ്കിൽ വെറുതെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ ഒരു കാരണവശാലും ഇതിൽ നിന്ന് എടുക്കരുത്. ഞാൻ ഒരു റിവ്യൂ എന്ന രീതിയിലാണ് ഇത് കാണിക്കുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് പേര് ഇതിൽ നിന്ന് ലോൺ എടുത്തു. 2-3 പേര് വന്നിട്ടുണ്ട്, ചെറിയൊരു ആപ്പിൽ നിന്ന് ലോൺ എടുത്തു, ഞാൻ അടയ്ക്കുന്നില്ല, അവർ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുന്നെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കോട്ടെ. അപ്പോഴാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഞാൻ പറഞ്ഞു, സുഹൃത്ത്, ഇത് ഭീഷണിപ്പെടുത്താൻ RBI, ഇത് വ്യാജ ലോൺ ആപ്പല്ല, RBI അപ്രൂവ്ഡ് ആപ്പാണ്. താങ്കളുടെ സിബില് പോവും, വെറും 4000-3000 സിബില് കൊണ്ട് കളയരുത്, ആകെ പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് പുള്ളിക്ക് അതിന്റെ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അപ്പൊ ഇങ്ങനെയുള്ള ആപ്പുകൾ ആരെങ്കിലും കാണുന്നെങ്കിൽ അത് വ്യാജമാണോ അല്ലെങ്കിൽ RBI അപ്രൂവ്ഡ് ആപ്പാണോ ഒന്ന് കൺഫേം ചെയ്യുക, ആരോടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരാം. അപ്പോൾ ആപ്ലിക്കേഷന്റെ പേര് ട്രൂ ഫണ്ട് ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കിട്ടും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതൊന്നും ഞാൻ ചെയ്ത് കാണിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ID ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങളിത് ചെയ്യണം. മറ്റാരുടെയെങ്കിലും ഫോണിൽ ചെയ്താൽ അത് കിട്ടില്ല. അങ്ങനെ കുറേ ഫയൽസുകൾ റിജക്ഷൻ ആയി പോകുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് OTP ലഭിക്കും. പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, മെയിൽ ID, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി, വളരെ സാലറി ബേസ്ഡ് ആണെന്ന് ചോദിച്ചാൽ അത് സാലറി ബേസ്ഡോ സെൽഫ് എംപ്ലോയീസ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ സാലറി ബേസ് എന്ന് കൊടുക്കുക. സാലറി ത്രൂ ക്യാഷ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ക്യാഷ്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ബൈ ട്രാൻസ്ഫർ, പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ തന്നെ കൊടുക്കുക, ക്ലിയർ ആയിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, തീർച്ചയായിട്ടും ഞാൻ അതിന്റെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.